പി കെ രാജശേഖരൻ നമുക്കൊപ്പം ചേരുന്നു. എം ഡി വിടവാങ്ങുന്നു, എങ്ങനെ വിശേഷിപ്പിക്കണം? എല്ലാവർക്കും മുന്നിലും ഒരു ചോദ്യമാണ്. എം ഡിയുടെ വിടവാങ്ങൽ താങ്കൾ എങ്ങനെ അനുസ്മരിക്കും? എം ഡി വാസുദേവൻ നായർ 91 വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സാഹിത്യ ലോകമൊന്നടങ്കം, ഒരുപക്ഷെ ലോക സാഹിത്യരംഗത്ത് മലയാളത്തിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന പേര് ആ രണ്ടക്ഷരമായിരുന്നു, എം ഡി എന്ന രണ്ടക്ഷരമായിരുന്നു. എം ഡി ഒരുപക്ഷെ അദ്ദേഹം മലയാളത്തിൽ, ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിൽ അവിടെ ജനിച്ച വ്യക്തി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ തലങ്ങളിലേക്ക് ഉയർന്ന് മറ്റൊരു റേഞ്ചിൽ നിൽക്കുമെന്ന് പലപ്പോഴും അങ്ങനെ അനുസ്മരിച്ചവരുണ്ട്. കാരണം എം ഡിയുടെ സാഹിത്യ ലോകം അങ്ങനെയായിരുന്നു. പി കെ രാജശേഖരൻ നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെ അനുസ്മരിക്കുന്നു എം ഡി വിടവാങ്ങുന്നു? എം ടി മലയാള സാഹിത്യത്തിലെ സവിശേഷമായ ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിട്ട് വേണം നമ്മൾ എം ടിയുടെ വിടവാങ്ങലിനെ മനസ്സിലാക്കേണ്ടത്. അത് ഈ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വെച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരിവർത്തനമുണ്ട്, ഭാവനാ പരിവർത്തനം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു മാറ്റം. അതുവരെയുള്ള സാഹിത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കഥ പറച്ചിൽ രീതി, പുതിയൊരു തരം ആവിഷ്കരണ സമ്പ്രദായം ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് എം ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ചെറുകഥയിൽ എം ടിയുടെ ഒപ്പം മാധവിക്കുട്ടിയും ടി പത്മനാഭനും ഉണ്ടായിരുന്നു. നോവലിൽ ഏതാണ്ട് എം ടി ഒറ്റയ്ക്കാണ് ആ മാറ്റം തുടങ്ങി വെച്ചത്. ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മലയാള നോവലിൽ വന്നിട്ടുള്ള, ചെറുകഥയിൽ വന്നിട്ടുള്ള പല പരിവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ ഒരു കാലസൂചകമായിട്ടാണ് എം ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ എം ടി അങ്ങനെയാണ് കാണുന്നത്. പി കെ രാജശേഖരൻ അനുസ്മരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടി നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, എം ടി വിടവാങ്ങുമ്പോൾ